വന്നു വന്നു എത്തി. എത്ര നേരായി വിശന്നോണ്ടിരിക്കുന്നു, വാരിത്താ. ഇന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. മുഴുവൻ കഴിക്കണേ. നിലാമോളെ, അമ്മ നിന്നെ കുറിച്ച് ഓർത്ത് എത്ര സന്തോഷപ്പെടുന്നു അറിയാമോ? ഉത്സവത്തില് വലിയൊരു കുട്ടിയെ പോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാ മോളത് ചെയ്തത്. എന്റെ അമ്മയെ ആര് വേദനിപ്പിച്ചാലും എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല. അവർക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുക്കും. അങ്ങനെയാണോ ചക്കരേ? അങ്ങനെയാണല്ലോ ചക്കരേ. വിജി, ഇരിക്കു ചേച്ചി. അതൊക്കെ ഇരിക്കട്ടെ. ഉത്സവത്തിന് നില ഒരു കലക്ക് കലക്കിനാണല്ലോ കേട്ടത്. ആ വരദരാജന് നിന്റെ കൈകൊണ്ട് തന്നെ പണം തിരിച്ചു കൊടുപ്പിച്ച് അവനെ നാണം കെടുത്തിയെന്ന് നാട്ടുകാർ മുഴുവനും പറയുന്നുണ്ടല്ലോ. അതിനു മാത്രം എന്ത് പാവാടി അയാള് ചെയ്തത്. എന്താ വിജി, പൈസയുടെ കാര്യം എന്തായി? അത് തരാന്ന് പറഞ്ഞ അവധി കഴിഞ്ഞിട്ട് 2 ദിവസമായി. അല്ല, അത് പിന്നെ എന്റെ കൂടെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് അവരുടെ മോള് ഓപ്പറേഷന് വേണ്ടി കാശ് ചോദിച്ചിരുന്നു. എന്നിട്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ വെച്ചിരുന്ന കാശെടുത്ത് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു. ഓഹോ, ചെറിയൊരു സാവകാശം കൊടുത്താ അവര് തിരിച്ചു അത് തരും. പോട്ടെ, കാശൊക്കെ കൃത്യമായിട്ട് എത്തുന്നേ. അത് ഇന്ന് വരും, നാളെ പോവും. അതൊക്കെ പോട്ടെ. ഇനി എത്ര കാലം ഇങ്ങനെ കഷ്ടപ്പെടുമെന്ന് വെച്ചാ? രാവിലെ മുതൽ വൈകിട്ട് വരെ കടയിൽ ഒറ്റ നിപ്പല്ലേ. തുണയ്ക്കാണെങ്കിൽ കെട്ടിയോനുമില്ല. ഉള്ളതാകപ്പാടൊരു പെങ്കൊച്ച. കഷ്ടം തോന്നുന്നു എനിക്ക്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്നെ പോലത്തെ മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുമെന്ന് അറിയോ നിനക്ക്? എന്നെ പോലത്തെ കാശുള്ളവരെ ആരും അറിയാതെ സെറ്റപ്പാക്കി വെച്ചേക്കും. ഇതൊന്നും നിനക്ക് അറിയില്ലേ? പുറത്തു പോവാൻ ഞാൻ പറയുന്നത് വേണ്ട. എന്താ വിചാരിച്ച നിങ്ങള്? എന്റെ സ്വഭാവം മാറും. ഞാൻ നിങ്ങളെ എന്റെ ചേട്ടന്റെ സ്ഥാനത്താ കാണുന്നത്. ഇത്ര ചീപ്പായിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്? കാശ് കടം വാങ്ങിച്ച എന്ത് അനാവശ്യം ചെയ്യാന്ന് വിചാരിച്ചോ നിങ്ങള്? മര്യാദയ്ക്ക് പുറത്തിറങ്ങ്, അല്ലെങ്കിൽ എന്റെ തനി നിറം നിങ്ങൾ കാണും. നീ എന്താ വരട്ടുക? നിന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ട് സഹായിക്കാന്ന് കരുതിയതാ. വല്ലാണ്ടങ്ങ് തുള്ളല്ലേ? നോക്ക്, നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് നിന്റെ അടുത്തൊരു സഹകരണം ഇല്ലെങ്കിൽ എന്റെ പണം എന്തിനാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നേ? നോക്ക്, 24 മണിക്കൂറിനുള്ളില് എന്റെ പൈസ 15,000 രൂപ എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഹാളിൽ വന്ന് കാശ് ചോദിച്ച എനിക്ക് നിന്റെ ബെഡ്റൂമിൽ കയറി വരാനേ വെറും 10 സെക്കൻഡ് മതിയടി. പുറത്തോട്ട് പോവാൻ പോവാ. കാണിച്ചു തരാവടി. കാശ് വാങ്ങി ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വയ്ക്കുമ്പോ ഒരുമാതിരി ഊടായിപ്പ്. എന്റെ ഈശ്വരാ, അതിന് പകരം വീട്ടാനാ ഓട്ട മത്സരത്തിൽ ജയിച്ച് ആ കാശ് കൊണ്ടാ അയാളുടെ കടം മോള് തന്നെ വീട്ടിയത്. അങ്ങനെ വരട്ടെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വിവരം അവക്ക്. എന്റെ ദൃഷ്ടി പറ്റുന്ന തോന്നുന്നേ. നിലമോക്ക് നിന്നോട് എന്ത് സ്നേഹാന്നറിയോ? ഇത്രയും ബുദ്ധിയുള്ളൊരു കുട്ടി ഉണ്ടായിട്ട് അതിനൊന്നും ലാളിക്കാൻ നിൽക്കാതെ നിന്റെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയില്ലേ? ആ കാര്യം ആലോചിച്ചാ അയാളെപ്പറ്റി മാത്രം മിണ്ടരുത്. ഐ ഹേറ്റ് മൈ ഡാഡി. എന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നതിന് കാരണം അയാള് മാത്ര. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അയാളെ കാണരുതെന്ന് ഞാൻ ദൈവത്തിനോട് നേർന്നിട്ടുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്റെ അച്ഛനെയാ. എന്റെ അച്ഛൻ മാത്ര. അത് മനസ്സിലാക്കിക്കോ നിങ്ങള്.
ഏയ്. എടാ, ഡാഡി ഏയ്. സൂപ്പർ ആയിട്ടുണ്ട് ഡാഡി. ഡാഡി എനിക്ക് ആ ട്യൂബ് എടുത്തു തരോ? എടാ അച്ഛമ്മയോട് 2 ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ തന്നെ താമസിക്കാൻ പറഞ്ഞാൽ സ്കൂളിൽ പോവാതെ ജോലി അടിക്കായിരുന്നു. കേട്ടില്ലേ? അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പോന്നും പറഞ്ഞ എന്നെ ടോർച്ചർ ചെയ്യും അച്ഛാ. My dear son, ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നേ? ചിൽ ആൻഡ് ബി കൂൾ. നോക്കെ, ഇനി 2 ദിവസം കൂടി മോൻ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാം. വിക്രം, എന്താ? യാ, നിന്റെ അമ്മ ഫോൺ ചെയ്ത് നീ ഓഫീസിൽ പോയെന്ന് എന്നോട് ചോദിക്കും. വേഗം കയറി വാ, സമയായി. ഒരു രക്ഷയില്ല. ഇന്ന് എന്റെ മകൻ കവിന്റെ കൂടെ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. ഓഫീസിലേക്കൊന്നും എനിക്കിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ സ്കൂള് ലീവ് തന്നെ. ഏയ്. നമ്മളെ ആരെയും വിശ്വാസം ഇല്ലാത്തോണ്ട് കവിൻ സ്കൂളിൽ പോയെന്നറിയാൻ വീഡിയോ കോളിൽ ദേവയാനി വിളിക്കുന്നുള്ളത് ഉറപ്പാ. അങ്ങനെയൊന്നും വിളിക്കല്ലേ എന്റെ മുത്തശ്ശി. അയ്യോ, എടാ ദേവയാനി വന്നടാ. അതെ ചേട്ടാ, അമ്മ വന്നു എന്നാ തോന്നുന്നേ. എന്നെ ഇന്ന് ഏപ്രിൽ ഫുൾ ആക്കാൻ നോക്കുവാണോ? എടാ, എന്റെ ചോറ്റാനിക്കരി അമ്മയെ തൊട്ട് സത്യം ചെയ്ത് പറയുവാ, ദേവയാനി വന്നടാ. അതെയോ? എവിടെ? അയ്യോ, സാരി എടുത്ത മിലിറ്ററി ഓഫീസർ വന്നല്ലോ. അയ്യോ അച്ഛ, എന്നെ ഇവിടെ നിന്ന് കയറ്റിവിട്, ഞാൻ പോയി ഒളിക്കട്ടെ. ഗോവിന്ദ മാഡം, ഇതെന്റെ ലാസ്റ്റ് വാണിംഗാ. മീറ്റിംഗ് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി എന്നെ അറിയിക്കണമെന്ന് പറയണം അവരോട്. വെറുതെ എന്നെ അവിടം വരെ വരുത്താൻ ഇടവരുത്തരുത്. ഓക്കെ മാഡം. എന്നാ ഒന്ന് വേഗം താ മുത്തശ്ശി, ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കട്ടെ. സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് കുളിച്ചോണ്ടിരുന്നതാ. ഈ നനഞ്ഞ നിക്കറെന്ത് ചെയ്യും? വീടിന്റെ പുറകിൽ പോയി ഒളിക്കാൻ നോക്കി മീശ വലിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ?